ഒടുവിൽ ദേവ്യാനിക്ക് മുന്നിൽ നിവർത്തിയിട്ട് നയന സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. ആദർശിന്റെയും ജയന്റെയും സമ്മതത്തോടു കൂടിയാണ് നയന ആ സത്യം വെളിപ്പെടുത്തുന്നത്. താനാണ് അമ്മായിയമ്മയ്ക്ക് കരൾ തന്നതെന്ന് നയന തുറന്നു പറയാണ്. എന്ന ഒരു ഭാവമാറ്റവും ഇല്ലാതെ, ഒരു എക്സ്പ്രഷൻ കൂടാതെ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, അടുത്ത കെട്ടുകഥയായിട്ട് വന്നിരിക്കുകയാണോ? ദേവ്യാനി വിശ്വസിക്കാത്ത മട്ടിലാണ് കേട്ടോ നയനയോട് സംസാരിക്കുന്നത്. എന്തായാലും കളി ഇവിടെ തുടരാൻ പോകുന്നേ ഉള്ളൂ. ആദർശിനെയും ജയനെയും നയനെ ഇട്ടിട്ട് നന്നായിട്ട് ദേവ്യാനി വട്ടം കറക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ദേവ്യാനി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരാതെ ദേവ്യാനിയെ വട്ടം കറക്കി. എന്തായാലും നയനയെ മാറ്റി നിർത്തി ആദർശിനെയും ജയനെയും ഇട്ട് വട്ടം കറപ്പിക്കുകയാണ് ദേവ്യാനി. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് ദേവ്യാനി ജയന്റെ അടുത്ത് വന്നിരിക്കുന്നതാണ്. ജയനെ ആകെ കൂടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ദേവ്യാനി നല്ല സന്തോഷത്തോടെയാണ് കേട്ടോ ജയന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഇത് കണ്ടപ്പോ ജയൻ ചോദിക്കുന്നുണ്ട്, അല്ലടോ തനിക്കിന്നെന്താ വല്ലാത്തൊരു സന്തോഷം പോലെ? അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, പിന്നെ സന്തോഷമില്ലാതിരിക്കോ? സന്തോഷമുള്ള കാര്യം ഉണ്ടാവുമ്പോ സന്തോഷിക്കണ്ടേ? ആഹാ, തനിക്കിന്നെന്താ ഇത്ര സന്തോഷമുള്ള കാര്യം ഉണ്ടായത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതെ, ഞാൻ കുറേ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളെ ഇന്ന് ഞാൻ കണ്ടു. അതിന്റെ സന്തോഷം ഇപ്പൊ എന്റെ മുഖത്ത്. ഇത് കേട്ടപ്പോ തന്നെ ആകെ ജയൻ ഒന്ന് പതറി പോവാടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, താൻ ആരെ കണ്ടെന്നാ പറഞ്ഞത്? അതെന്തിനാ ജയേട്ടൻ അറിയുന്നേ? അല്ല, നീ സന്തോഷം ഉണ്ടാക്കുന്ന ഒരാളെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? അതാരാന്നാ ചോദിച്ചത്. ഓ, കുറെ കാലമായിട്ട് നിങ്ങളോടൊക്കെ ഞാൻ ഒരു പെൺകുട്ടിയെ കാണിച്ചു തരാൻ വേണ്ടി പറയുന്നില്ലേ? എന്നാൽ നിങ്ങളൊന്നും കാണിച്ചു തന്നില്ല, പക്ഷെ എനിക്ക് മറ്റൊരാൾ കാണിച്ചു തന്നു. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. ഹാ ദേവ്യാനി, നീ ആരെ കണ്ടു എന്നാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വേറെ ആരുമല്ല, കുറെ നാളായിട്ട് അച്ഛനോടും മോനോടും ഞാൻ കാണിച്ചു തരാൻ പറയുന്നില്ലേ എനിക്ക് കരളും ബ്ലഡും തന്ന കുട്ടിയെ? എന്നാ ഇപ്പൊ എനിക്കത് കാണിച്ചു തരാൻ പറ്റിയത് മറ്റൊരാൾക്കാ. അയാൾക്കുള്ള പാരിതോഷികം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പാരിതോഷികോ? ദേ, ആ കുട്ടി പാരിതോഷികമൊന്നും വാങ്ങിയില്ല എന്ന് ആര് പറഞ്ഞു? ആ കുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആദ്യമൊക്കെ ആ കുട്ടി വേണ്ടെന്ന് പറയുന്നത് ആ കുട്ടിയുടെ മര്യാദ. എന്നാൽ അത് ആ കുട്ടിയുടെ കയ്യിൽ കടുപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാ. അത് നിങ്ങളും ആദർശം ചെയ്തില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇത് ചെയ്യേണ്ടി വന്നത്. എടോ ദേവ്യാനി, ആ കുട്ടി നാട്ടിലില്ല. പിന്നെ എങ്ങനെ നീ ആ കുട്ടിയെ കാണാനാ? അച്ഛനും മോനും വീണ്ടും കള്ളക്കഥ പറഞ്ഞു മെനയാ. മതി, നിർത്താനായില്ല നിങ്ങൾക്ക്. ഞാൻ ആ കുട്ടിയെ കണ്ടു. ഇനി കൂടുതൽ കള്ളങ്ങളൊന്നും പറയണ്ട. കണ്ടെന്നോ? കണ്ടിട്ടെന്താ? ആ കുട്ടിക്ക് കുറെ പ്രാരാബ്ദമുണ്ട്. ഞാനൊരു ബ്ലാങ്ക് ചെക്ക് ലീഫ് അങ്ങ് കൊടുത്തു. ആ കുട്ടിക്ക് ഇഷ്ടമുള്ളത് എഴുതിയെടുക്കട്ടെ. ഇനി എനിക്കുള്ളതെല്ലാം ആ കുട്ടിക്കാ. ആ കുട്ടിയുടെ ഔദാര്യത്തിലാ ഞാനിപ്പോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പോലും. അതൊക്കെ ശരിയാണ് ദേവ്യാനി, പക്ഷെ നിനക്ക് കരൾ എന്ന പെൺകുട്ടി ഇപ്പൊ നാട്ടിലില്ല. നിന്നെ ആരോ മനഃപൂർവ്വം പറ്റിച്ചതാ. ആര് പറ്റിക്കാൻ? എന്നെ ആരും പറ്റിച്ചിട്ടില്ല. ആ കുട്ടി തെളിയിച്ചു കഴിഞ്ഞു. ആ കുട്ടിയാണ് എനിക്ക് കരൾ തന്നതെന്ന് ഞാൻ അത് വിശ്വസിച്ചിട്ടുണ്ട്. എന്താ ചെയ്യട്ടെ ഇതൊക്കെ? ആ കുട്ടിക്ക് അർഹതപ്പെട്ടതല്ലേ ഞാൻ കൊടുത്തത്. ശരിയാണ്, ആ കുട്ടിക്ക് അർഹതപ്പെട്ടത് തന്നെയായത്. പക്ഷെ അർഹതയില്ലാത്ത ഒരാളുടെ കയ്യിലാ നീ ഇപ്പൊ അത് കൊടുത്തത്. ദേ ജയേട്ടാ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഇതും പറഞ്ഞ് ദേവ്യാനി അവിടുന്ന് എഴുന്നേറ്റ് പോവാട്ട്. അപ്പൊ ജയ മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര, ആ ബ്ലാങ്ക് ചെക്ക് ലീഫ് ആരുടെ കയ്യിലാണോ എത്തിയിരിക്കുന്നത്? ഇതെന്തായാലും ആദർശ് നയനെ അറിഞ്ഞാ പറ്റൂ. ഇതും പറഞ്ഞ് ജയന് ആദർശിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. എടാ ആദർശേ. ആ അച്ഛാ. എന്താ അച്ഛാ? എന്തു പറ്റി? ഒന്നും പറയണ്ട മോനെ, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ദേവ്യാനി കൈവിട്ടു പോയി. എന്താ അമ്മയ്ക്ക് എന്തു പറ്റി? നിന്റെ അമ്മയെ ഏതോ ഒരു പെൺകുട്ടിക്ക് ബ്ലാങ്ക് ചെക്ക് ലീഫ് കൊടുത്തിരിക്കുക. അവളാണ് ദേവ്യാനിക്ക് കരൾ തന്നതെന്നാ പറയുന്നത്. അയ്യോ, ഈ അമ്മ ഇത് എന്തൊക്കെയാ ചെയ്യുന്നത്? അപ്പൊ നയന പറയുന്നുണ്ട്, എന്താ ആദർശേട്ടാ? നയനെ ആകെ പൊളിഞ്ഞു. എന്തു പറ്റി? എന്താ അച്ഛാ? മോളെ, ദേവ്യാനി ഏതോ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചേക്കുക. ആ പെൺകുട്ടിയാണ് ദേവ്യാനിക്ക് കരളും ബ്ലഡും കൊടുത്തതെന്നാ പറയുന്നത്. ആ പെൺകുട്ടിക്ക് ഒരു ബ്ലാങ്ക് ചെക്ക് ലീഫ് എഴുതി കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. ദേവ്യാനിയുടെ അക്കൗണ്ടിൽ കുറച്ച് തുകയൊന്നും അല്ല ഉള്ളത്. സത്യം പറഞ്ഞ ആരോ മനഃപൂർവ്വം പറ്റിച്ച ഇത് പണം തട്ടാൻ വേണ്ടിയിട്ട്. മിക്കവാറും ഈ വീട്ടിലുള്ള ആരോ തന്നെ ആയിരിക്കും. അല്ലാതെ പുറമെ ഇങ്ങനെ ഒരു സംഭവം മറ്റാർക്കും അറിയില്ല. അച്ഛാ, ഇങ്ങനെയാണെങ്കിൽ എന്താ അച്ഛാ ചെയ്യാ? അമ്മയെ മനഃപൂർവ്വം കബളിപ്പിച്ചോണ്ടിരിക്കല്ലേ അവര്? അതേ മോളെ, ആൾമാറാട്ടാ നടത്തുന്നത്. അച്ഛാ, നമുക്ക് കേസ് കൊടുത്താലോ? പക്ഷെ എന്ത് കാര്യം മോളെ? ഇപ്പൊ അവള് ബ്ലാങ്ക് ചെക്ക് ലീഫ് കൊടുത്തിരിക്കുക. അതുമായിട്ട് എങ്ങാനും മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ ആദർശമായിട്ട് ചെയ്യാ? ഇനി എന്ത് ചെയ്യാൻ? ഒരു മാർഗ്ഗേ ഉള്ളൂ. നീയാണ് കരൾ കൊടുത്തതെന്ന് തുറന്ന് പറയാ. അയ്യോ, ഞാൻ എങ്ങനെ തുറന്ന് പറയാൻ ആദർശേട്ടാ? അമ്മ എങ്ങനെ പ്രതികരിക്കുന്ന പോലും അറിയില്ല. പക്ഷെ അമ്മ വിശ്വസിക്കാതിരിക്കരുതല്ലോ. അമ്മയുടെ കാശ് പോയത് പോട്ടിന്ന് വെക്കാം, പക്ഷെ നിന്നെ സ്നേഹിക്കാനുള്ള ആകെ ഒരു മാർഗ്ഗം അതായിരുന്നു. അതും കൂടി അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നീയുമായിട്ട് അമ്മ ഒരിക്കലും ഒരു അർത്ഥത്തിൽ അടുക്കില്ല. അപ്പൊ ജയൻ പറയുന്നുണ്ട്, അതേ മോളെ, എന്നെങ്കിലും സത്യം തുറന്നു പറയുമ്പോൾ അയാൾക്ക് മോളോട് കൂടുതൽ സ്നേഹം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. എന്നാൽ ഇതൊന്നും നമ്മൾ വിചാരിച്ച പോലെയല്ല പോകുന്നത്. കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയിരിക്കുക മോനെ. അതേസമയം അങ്ങോട്ടേക്ക് അജയനും അനിയും വരുന്നുണ്ട്. ജയേട്ടാ, എന്താ? അത് എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ചെറിയച്ച, അമ്മ കരൾ തന്ന പെൺകുട്ടിയെ കണ്ടെത്തി. എന്ത്? അതെ, കരൾ തന്നൊരു പെൺകുട്ടിയെ കണ്ടെത്തി. അയ്യോ, നയനമോൾ ഏട്ടത്തി തിരിച്ചറിഞ്ഞോ? നയനമോളല്ല, മറ്റാരോ ചതിച്ചതാ മനഃപൂർവ്വം പണം തട്ടാൻ വേണ്ടിയിട്ട്.
അയ്യോ, ആ ഹോസ്പിറ്റലുകാർ വല്ലതും ആയിരിക്കുമോ? ഏയ്, ഇത് ഹോസ്പിറ്റലുകാരൊന്നല്ല, ഇത് ഈ വീട്ടിലുള്ള ആരോ തന്നെയാ. അപ്പൊ അനി പറയുന്നുണ്ട്, ഷോ ഇതെന്തൊരു കഷ്ടാ, മിക്കവാറും ആ അനാമികയാളുടെ വീട്ടുകാരും തന്നെ ആയിരിക്കും. മോനെ, ആരെയും അറിയാതെ മനഃപൂർവ്വം കുറ്റപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവളുടെ വീട്ടുകാരും ഇതിലും വലിയ തറ കളികൾ കളിക്കും. എനിക്ക് അഭിയേയും ജലജയാണ് സംശയം എന്ന് ജയം പറയുന്നുണ്ട്. അവൾ കുറച്ചു ദിവസമായിട്ട് ചെവിയിൽ കൊതുക് പറക്കുന്നത് പോലെയാ ദേവേനയുടെ ചുറ്റിലും നടന്നിരുന്നത്. അപ്പോഴേ എനിക്ക് എന്തോ സംശയം കുടുങ്ങിയതാ. പക്ഷേ ഞാൻ അതത്ര കാര്യമാക്കിയിരുന്നില്ല. അപ്പൊ പിന്നെ ആദർശേ, ഇനി നമ്മൾ എന്താ ചെയ്യാ? ചെറിയ, ഞാൻ വിചാരിച്ചിട്ട് ഒരു മാർഗവും എനിക്ക് കിട്ടുന്നില്ല. ആകെ ഒരു മാർഗം എന്റെ മുന്നിലുള്ളൂ. നയന സത്യങ്ങളൊക്കെ തുറന്നു പറയണം. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറൊന്നും നമ്മുടെ കൂടെ നിൽക്കാതിരിക്കില്ലല്ലോ. അവരും സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അമ്മ അത് വിശ്വസിക്കും. അതെ, അത് നല്ലൊരു മാർഗാ ജയേട്ടാ. നമുക്ക് അത് തന്നെ നോക്കിക്കൂടെ? അപ്പൊ ജയം പറയുന്നുണ്ട്, പക്ഷേ അതല്ല ജയ, ദേവേനി ഏതോ ഒരു പെൺകുട്ടിക്ക് ബ്ലാങ്ക് ചെക്ക് ലീഫ് കൊടുത്തിരിക്കുക. ഇനി മറ്റെന്തെങ്കിലും അയാൾ കൊടുത്തിട്ടുണ്ടോന്ന് പോലും പറയാനും പറ്റില്ല. അയാൾ എന്നോട് ഇത് മാത്രമേ തുറന്നു പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് നയനമോളോട് സത്യം തുറന്നു പറയാൻ പറയും. അതേ സമയത്താണ് ദേവ്യാനി അങ്ങോട്ട് വരുന്നത്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ, ഇതെന്താ ഒരുമിച്ച് ഗൂഢാലോചന? അപ്പൊ ജയം പറയുന്നുണ്ട്, ഗൂഢാലോചന ഒന്നല്ല, ഒരു സത്യം വെളിപ്പെടുത്താൻ നിൽക്കുക. ഹേ, സത്യം വെളിപ്പെടുത്താനോ? എന്ത് സത്യം? നീ ഓരോരുത്തരോട് ചോദിക്കാതെയും പറയാതെ ഓരോന്നും ചെയ്യുന്നുണ്ടല്ലോ, അത് തെളിയിക്കേണ്ടത് ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്വ. എന്തൊക്കെയാ ജയേട്ടി നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് തെളിയിച്ച് പറ. അപ്പൊ ജയം പറയുന്നുണ്ട്, നിനക്ക് കരള് തന്ന പെൺകുട്ടി ആരാന്നറിഞ്ഞാ പോരെ എന്ന് കരുതി അതിനർഹതയില്ലാത്തവർക്കൊന്നും നീ ഈ പറഞ്ഞ ബ്ലാങ്ക് ചെക്ക് ലീഫ് കൊടുക്കേണ്ടിയില്ലായിരുന്നു. ആദ്യം നീ ആ കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ഞങ്ങളോട് ആരോടെങ്കിലും ആലോചിച്ചോ? നിങ്ങളോട് കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറാറില്ലേ പതിവ്? ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച് ആ കുട്ടിക്ക് അർഹതപ്പെട്ടത് കൊടുത്തതിലാണ് തെറ്റ്. ഒരിക്കലുമല്ല, നിന്റെ കൺമുമ്പിൽ തന്നെയുണ്ട് നിനക്ക് ബ്ലഡും കരളും തന്ന പെൺകുട്ടി. എന്നിട്ട് നീ മറ്റൊരു കുട്ടിക്ക് വേണ്ടി ബ്ലാങ്ക് ചെക്ക് ലീഫ് കൊടുത്തിരിക്കുന്നോ? എന്റെ അടുത്ത് തന്നെയോ? അതാരാ? പുതിയ ഏതെങ്കിലും അവതാരങ്ങളാണോ? അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ സത്യം അമ്മ മനസ്സിലാക്കണം. അപ്പൊ ദേവേനെ മനസ്സിൽ കരുതുന്നുണ്ട്, എന്റെ മരുമകള് എന്നോട് സത്യം തുറന്നു പറയാൻ പോകുന്നു. ഈ നിമിഷത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത്. ഇനിയെങ്കിലും എന്റെ മരുമകളെ എനിക്ക് തുറന്ന് സ്നേഹിക്കാലോ. ഇനി അതാണ് എന്റെ സന്തോഷം. അമ്മയ്ക്ക് കരള് തന്ന പെൺകുട്ടി മറ്റാരുമല്ല, ഈ ഞാൻ തന്നെയാ. കരളും ബ്ലഡും തന്നത് ഞാൻ തന്നെയാ അമ്മയ്ക്ക്. അപ്പൊ ദേവിനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇപ്പോഴേ ഇവളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ശരിയാക്കില്ല. അതിനു പകരം ഇവരെ കൂട്ടൊന്ന് വട്ടം കിറക്കണം. നയനമോളെയല്ല, ആദർശിനെയും ജയനെയും അജയനെയും അനിയും ഒക്കെ. അവരെന്നെ കുറിച്ച് ചുറ്റിച്ചതല്ലേ, അപ്പൊ അവരും കുറച്ച് ചുറ്റട്ടെ. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, എടി നീ വിശ്വസിക്കുന്ന കള്ളം വല്ലതും പറ. നീ എനിക്ക് കരളും ബ്ലഡും തന്നു പോലും, നിനക്ക് നാണമില്ലല്ലോ ഇങ്ങനെ കള്ളം പറയാൻ. ഇത് കേട്ടപ്പോ ജയം പറയുന്നുണ്ട്, ദേ ഞങ്ങൾ പറഞ്ഞാൽ നിനക്ക് വിശ്വാസാവില്ലേ? ഇല്ലെങ്കിൽ വേണ്ട, നീ ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചോ നിനക്ക് ആരാ കരളും ബ്ലഡും തന്നതെന്ന്. അവര് പറഞ്ഞാൽ നീ വിശ്വസിക്കാതിരിക്കില്ലല്ലോ. നയനമോള് തന്നെയാണ് നിനക്ക് കരളും ബ്ലഡും തന്നത്. ഇത് വിശ്വസിക്കാനേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇനി അവരെയിട്ട് വട്ടം ചുറ്റിക്കുന്ന വീഡിയോസുകളാണ് വരാനിരിക്കുന്നത്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്തേക്ക്, അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അടുത്ത വീഡിയോക്ക് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.